ലഹരി കേസുകൾ ധാരാളമായിട്ട് സിനിമാ മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ നടൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായി, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങളിൽ ഇനിയിപ്പോൾ കൊച്ചി സിറ്റി പോലീസിൻ്റെ ഒരു തുടർ നടപടികൾ എന്തായിരിക്കും? ഇതുപോലെ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ സ്വയമേവ പുറത്തു വന്ന് കാര്യങ്ങൾ പറയുന്നത് വളരെയേറെ സ്വാഗതാർഹമാണ്. അതനുസരിച്ച് നമ്മുടെ പോലീസ് പ്രധാനമായും ഷൂട്ടിംഗ് സ്പോട്ടുകളിലും അതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഷാഡോ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ ആരെങ്കിലും ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരും. തുടർന്നും ഉണ്ടാവുമോ? ഇത് എത്ര കാലം ഈ ഒരു നിരീക്ഷണം ഉണ്ടാവും എന്ന്? നിരീക്ഷണം എന്നേക്കുമേ ഉണ്ടാവും. കാരണം നമുക്കത് ഉന്മൂലനം ചെയ്യണ്ടേ, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ വേറെ എന്തെങ്കിലും അങ്ങനെ നമ്മൾ കേസ് ഇങ്ങനെ ചാർജ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ആവശ്യമില്ല. കാരണം ഈ ഏറ്റവും നല്ല കലാകാരന്മാരൊക്കെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരാണ്. അവരാരും ഇതുപോലെ ഡ്രഗ് അടിച്ചിട്ട് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. അങ്ങനെ അങ്ങനെ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കലാകാരന്മാരാകാൻ സാധിക്കുന്നേ ഇല്ല. നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളും ഡയറക്ടർമാരും കഥാകൃത്തുക്കളും മുഴുവൻ എടുത്ത് നോക്കിയാൽ ഏറ്റവും നല്ല ക്രിയാത്മകത ഉള്ള ആൾക്കാരും ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും ഇതും ബാധിക്കത്തില്ല. അങ്ങനെ അടിക്കുന്നവർ മാത്രമേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ.